ഹലോ ഹായ് റിസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റവ കൊണ്ടൊരു കിഡിലൻ സ്നാക്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിതാ ഇവിടെ ഒരു കപ്പ് റവ ആണ് എടുത്തിട്ടുള്ളത്. റവ ഒന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അടച്ചിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇതൊന്ന് ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തൈരാണ്. അപ്പോൾ ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു കപ്പിന് തന്നെ അരക്കപ്പ് തൈര് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വെള്ളമാണ് കേട്ടോ. ഒരു ലേശം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. കുറച്ചൊന്ന് ഈ റവക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ടുള്ളൊരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. കൂടുതൽ വെള്ളമാവരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചെടുക്കണം. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം വലിഞ്ഞ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സവാള കൊത്തിയരിഞ്ഞത് ഇട്ടെടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് ഇട്ടെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ടെടുക്കുന്നുണ്ട്. കൂടെ തന്നെ കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കായപ്പൊടിയാണ്. ഒരു ലേശം ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉരുളക്കിഴങ്ങ് വേവിച്ച് ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ്. അതും ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു പരിവാണ് വേണ്ടത് കേട്ടോ. നന്നായിട്ട് ഇതാ ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ഈ ഒരു പരുവത്തിൽ എടുക്കാം. അതല്ലാണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ അളവ് കുറച്ചതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം വടയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിക്ക്, അല്ലെങ്കിൽ വട അല്ലാതെ തന്നെ നമ്മൾ പരത്തിയിട്ടൊക്കെ പൊരിച്ചെടുക്കില്ലേ, അങ്ങനെ ആയാലും എങ്ങനെ ആയാലും ഉണ്ടാക്കാം. പക്ഷെ കുറച്ചും കൂടെ എളുപ്പം നമുക്ക് ഇങ്ങനെയല്ലേ, ലേശം ഒന്ന് വെള്ളത്തിൽ ഇതാക്കിയതിന് ശേഷം നമുക്ക് സ്പൂൺ കൊണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ അതാ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിലൊന്ന് നന്നായി ചൂടായി കഴിയുന്ന സമയത്ത് നമ്മൾ കുഴച്ചിട്ടുള്ള മാവ് സ്പൂണിൽ കുറേശ്ശെ എടുത്ത് ഇതുപോലെ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് വൈകുന്നേരം റവൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. വളരെ ഈസി ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഓരോ വീഡിയോസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇതാ ഞാൻ ഏകദേശം ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് മറിച്ചിട്ടെടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടെ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി അതുപോലെ ബാക്കിയുള്ള മാവും കൂടെ ഇതിലേക്ക് ഒഴിച്ച് എല്ലാം തന്നെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്നാക്സിൻ്റെ രുചി ഭയങ്കര ടേസ്റ്റാട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.